ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും കുശ്വലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഇന്ന് ഉത്രാടാണ്. അപ്പോൾ എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. ഇന്നലത്തെ പൂവൊക്കെ ഉണ്ട് കേട്ടോ, അത് നമുക്ക് വാരിയെടുക്കണം. അതിലോട്ടന് ഇത് എടുക്കാൻ വേണ്ടി കരയുന്നുണ്ട്. അപ്പോൾ അവനൊന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്കിനി പൂവിടാൻ. ഇത് ഇന്നത്തെ പൂവൊക്കെ ക്ലീൻ ചെയ്യണം. അല്ലേ കൃഷ്ണക്കുട്ടിയെ? ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് പൂവിടുന്നതിലേക്ക് ഇറക്കാം. നമ്മുടെ അതിരുട്ടത് ഇതാ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി അമ്പാടിക്കണ്ണനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഉറക്കിയെടുക്കണം, എന്നാലേ നമുക്ക് പൂവിടാൻ കഴിയുള്ളൂ അല്ലേ. ഞങ്ങൾ അപ്പാപ്പൊക്കെ തിന്ന് ഇനി വാവ വാങ്ങാൻ പോവാം. ടാറ്റ എടുത്ത ടാറ്റ. കൈയൊട്ടി ഉണ്ണി കാണിച്ച കൈയൊട്ടുണ്ണി കൈയൊട്ട് കാണിക്കില്ലേ? എന്താ കാണിക്കുന്നത്? കൈയൊട്ടുണ്ണി കൈയൊട്ട് അപ്പാപ്പ തിന്നാൻ കൈയൊട്ട് പാപ്പ തിന്നാൻ കൈയൊട്ട്. ഏതോ അന്തം വിട്ട് ഉറക്കം വരുന്നുണ്ട്. നേരത്തെ എഴുന്നേറ്റതല്ലേ അല്ലേ? നേരത്തെ എഴുന്നേറ്റതല്ലേ? അപ്പം ഇനി ഓനെ ഉറക്കണം അല്ലേ? ഉറങ്ങിയിട്ട് അമ്മയ്ക്ക് പൂവിടാനുണ്ട്. ടാറ്റാ ടാറ്റാ. മൂഡ് ശരിയല്ല, അല്ലെങ്കിൽ നല്ല ടാറ്റയും കൈയൊക്കെ കൊട്ടു കേട്ടോ. അപ്പം ഇനി വേഗം ഉറക്കട്ടെ. ഇനി അമ്മൻ്റെ ശുദ്ധിക്കുട്ടി ഓണക്കൂടി ഇട്ടോ. ഒന്ന് നോക്കട്ടെ മുപ്പായി, പുതിയ ഉപ്പായി. ഓളിത് പൂ നന്നാക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഓക്കെ, അത്രേനെ പൂവൊക്കെ കുറച്ച് നന്നാക്കി വെച്ചിട്ടോ. അപ്പോൾ ഇതാ ഇനി ബാലൻസ് ഇതുണ്ട്. ഇനി നാളെയും കൂടെ ഇടാനുള്ള പൂവുണ്ട് കേട്ടോ. ഇതൊക്കെ സ്കൂട്ടി അച്ഛൻ്റെ മേലെ നിന്ന് വരുന്നു. ടാറ്റാ. ബാ പൂവിടാമോ? സിറ്റ് ഔട്ടിലുണ്ടായിരുന്ന ഇന്നലത്തെ പൂക്കളെല്ലാം വാരി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള പൂക്കളെല്ലാം സിറ്റ് ഔട്ടിലേക്ക് എടുത്തു വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ചധികം പൂക്കളുണ്ട്. നമ്മള് പൂക്കൾ ഇവിടെ സാധാരണ വാങ്ങാറാട്ടോ. അപ്പോൾ വാങ്ങിയ പൂക്കളുണ്ടായിരുന്നു. പിന്നെ അവളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന പൂക്കള മത്സരത്തിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് പൂക്കൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം വെച്ച് നമ്മൾ ഒരു നല്ലൊരു പൂക്കള റെഡിയാക്കി എടുക്കാൻ നോക്കുക. നമുക്ക് മുറ്റത്തുനിന്ന് കുറച്ച് ഈ മഞ്ഞ ഇല എടുക്കാം കേട്ടോ. ഇതൊരു നല്ല രസമാണ് നമ്മൾ പുഷ്പത്തിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈ പച്ചല, മഞ്ഞ ഇല എന്നാ പറഞ്ഞത്, പച്ചലയും കൂടെ എടുക്കുക. മഞ്ഞയും പച്ചയും കൂടെ കൂടി കലർന്ന ഇല അതാട്ടോ. അപ്പോൾ ഇതിവിടെ കുറേ ഉണ്ട്. അപ്പോൾ അത് ഇട്ടാൽ ഒരു ഹൈലൈറ്റായിട്ട് നിൽക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനിതാ പൂക്കളം വരച്ചിട്ടാട്ടോ ഇടാൻ നോക്കുന്നത്. സാധാരണ ഞാൻ വരയ്ക്കാതെ അങ്ങോട്ട് പൂവിനനുസരിച്ച് ഇടാറാട്ടോ. അപ്പൊ ഇന്നെന്തായാലും അത്യാവശ്യം പൂക്കളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് വരച്ചൊരു ചെറിയൊരു ഡിസൈൻ, എൻ്റെ ഒരു ഐഡിയക്ക് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ വെച്ചിട്ട് പൂക്കളം ഇടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വരയ്ക്കുന്നുണ്ട്. കുറേ മുമ്പ് നമ്മൾ വരച്ചതാണ്. വരച്ചങ്ങനെ ഒറ്റയ്ക്ക് വരച്ചങ്ങനെ ഇടാറില്ല. നമ്മൾ പൂക്കള മത്സരത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ ഇടും എന്നല്ലാണ്ട് അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിൽ ഇതേ ജമന്തിയും റോസൊക്കെ വെച്ചിട്ട് വെള്ളയും റെഡും കോമ്പിനേഷനായിട്ടൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ദേ യെല്ലോ പൂക്കൾ ഇട്ടും. അപ്പോൾ ഇതേ നമ്മൾ വരച്ച രൂപം കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഞാനൊരു എന്താ പറയുക സ്റ്റാർ രൂപത്തിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തു കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഞാൻ ഓവറോൾ വെറും റൗണ്ട് മാത്രമായിരുന്നു ആക്കിയത്. അപ്പൊ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ചിട്ട് ഞാൻ അതൊരു വീണ്ടും ഒരു എന്താ പറയുക ചക്രം പോലത്തെ ഷേപ്പൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷേപ്പ് മാറ്റിയിട്ടൊക്കെ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതാട്ടോ. ഇതൊന്നും ലാസ്റ്റിലേക്കൊന്നും വരച്ച രൂപമല്ല കേട്ടോ. അതൊക്കെ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ പൂക്കളും ഉണ്ടായിരുന്നു. നന്നാക്കി വെച്ച പൂവ് എന്തായാലും വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതെല്ലാം ഫിനിഷ് ചെയ്തു. നമുക്ക് പിന്നെ ഓൾറെഡി നാളത്തേക്കുള്ള പൂവും ഉണ്ട് കേട്ടോ. കുറച്ചധികം പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കാണ് പൂവിടുന്നത്. ബാക്കി മക്കളെ ഉറക്കണം, മക്കളെ കാര്യം നോക്കണം, പിന്നെ അടുക്കളയിലുള്ള പരിപാടികളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇല്ല പൂ വെച്ചിട്ട് തന്നെ ഇടാൻ ഒരുപാട് സമയമായിട്ടോ. പിന്നെ ബാക്കി അടുക്കളയ്ക്കും ചെല്ലണ്ടേ. അപ്പോഴേക്കും ദേ അടുക്കളയിൽ ഒരുവിധം കുറച്ചൊക്കെ കറികളും സാമ്പാറായിട്ടുണ്ടായിരുന്നു. പുളിയിഞ്ചി ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഉണ്ട്. പുളിയിഞ്ചിയായി, പിന്നെ അവിയല്, അങ്ങനത്തെ കുറച്ച് കറികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി. ഇനി എനിക്ക് വേഗം പായസവും പച്ചടി അതൊക്കെ ആക്കണം. ഇതേ പയറുപ്പേരി ഉണ്ട്. പയറുപ്പേരി വറവിട്ടിട്ടില്ല. അമ്മ ദാ രസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇതേ നമ്മൾ പായസത്തിലേക്ക് കേട്ടോ, പായസം ഉണ്ടാക്കാനാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഇതാ കൂട്ടുകറിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
സദ്യക്കുള്ളതെല്ലാം റെഡി ആയതിനു ശേഷം ഞങ്ങൾ മക്കളൊക്കെ ഇരുത്തിയിട്ട് അത്തപ്പൂവിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കൃഷ്ണമോളും അതിരുട്ടനും പിന്നെ ദേ ജീവമോളൊക്കെ ഇരുന്നിട്ടും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ, കുറച്ച് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ അവർ കുറേ പൂക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കളിച്ചിട്ടും അവരെ ഒരു സന്തോഷം. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെയൊക്കെ ഇരുന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിരുടെ ആദ്യത്തെ ഓണല്ലേ, അവനങ്ങോട്ട് വാരി വിതറി പൂക്കളൊക്കെ നല്ല സൂപ്പറാക്കി തന്നിട്ടോ. പിന്നെ അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ വിചാരിച്ചു. നമ്മൾ എന്തായാലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചതല്ലേ, അപ്പോൾ അവരുടെ സന്തോഷം അവർ മാക്സിമം യൂസ് ചെയ്യട്ടെ വിചാരിച്ച് ഞങ്ങളെല്ലാവരും അതൊക്കെ കണ്ട് ഞങ്ങളും അത് ആസ്വദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ സദ്യ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേ മക്കൾക്ക് നിലത്ത് പായ വിരിച്ചിട്ട് ഇല ഇട്ടിട്ടാട്ടോ ഊണ് കൊടുത്തത്. അപ്പോൾ കൃഷ്കുട്ടിയും ചീക്കുട്ടിയും പിന്നെ അതിരുട്ടനതേ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അതിരുട്ടനതേ ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ശരിക്കും എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, മറിഞ്ഞ് വീഴുമോയെന്നുള്ളത്. പിന്നെ വീണതൊന്നുമില്ല. അവനിതേ കുറേ ചോറ് വാരി എറിയുന്നു, പപ്പടം പൊട്ടിച്ച് കളിക്കുന്നു, എല്ലാം കൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഉരുളയൊക്കെ ആക്കി നോക്കുന്നുണ്ട്, പക്ഷെ കഴിക്കാൻ മാത്രം അറിയില്ല കേട്ടോ. അവനത് മാക്സിമം എൻജോയ് ചെയ്യുന്നു. ചേച്ചിമാരതേ ഇടയിൽ നോക്കുമ്പോൾ അവരൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവനും അതിൻ്റെ കൂട്ടത്തിലിരുന്നിട്ട് കഴിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അവൻ്റെ ആദ്യത്തെ ഓണാണ്, ഓണസദ്യയാണ്. അത് അവന് മാക്സിമം ഉപയോഗിക്കട്ടെ. അതേ പപ്പടമൊക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കളിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ജീവക്കുട്ടി എന്താ അതിൽ ഓരോന്ന് ചെറിയ ഇങ്ങനെ ഉരുളയല്ല, ചെറുതായിട്ട് വറ്റും പപ്പടമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവൻ കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എക്സ്പ്രഷനിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ കൃഷിക്കുട്ടീനോട് വേഗം കഴിക്കുന്നൊക്കെ പറയുമ്പോൾ അവളും കഴിക്കുന്നുണ്ട്. പിന്നെ വേറെ രക്ഷയില്ല തോന്നിയപ്പോൾ ഞാൻ അവൻ്റെ ഓണസദ്യ അവനെ മടിയിലിരുത്തി ഞാൻ തന്നെ വാരി കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ചിട്ടൊക്കെ അങ്ങനെ കൊടുത്ത് അവൻ്റെ ഫസ്റ്റത്തെ ഓണസദ്യയല്ലേ, അത് അങ്ങനെ ഇരുന്നിട്ട് തന്നെ കുറച്ച് കഴിപ്പിച്ചു. അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. അതേ അത്യാവശ്യം എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് പാൽപ്പായസമാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പായസമൊക്കെ കുടിച്ച് നല്ല ഉഷാറായിരുന്നു കേട്ടോ. സദ്യകളൊക്കെ ഉഷാറായിരുന്നു. നമ്മൾ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, നമ്മളെ വീട്ടിലുള്ളവരും പിന്നെ ആദ്യം ജീവയും പാപ്പിയും പാപ്പനും അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സദ്യകളൊക്കെ അതേ തൊട്ടടുത്തുള്ള അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ട് കൊടുക്കുക കേട്ടോ. എല്ലാ വിഭവങ്ങളും പായസം അടക്കം ചോറൊഴുകിയ ബാക്കി എല്ലാ വിഭവങ്ങളും നമ്മൾ പാത്രത്തിലാക്കിയിട്ട് തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ കൊണ്ട് കൊടുക്കുക കേട്ടോ ചെയ്യാറ്. പിന്നെ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഉത്രാട ദിനമായതുകൊണ്ട് ഇത്രയും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തിരുവോണത്തിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.